അഭിമാനി ലേഖനത്തിൻ്റെ അതല്ലെങ്കിൽ എം.വി. ഗോവിന്ദൻ എന്ന് പറയുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ഞാൻ അല്ലല്ലോ, അതൊക്കെ എൻ്റെ പാർട്ടിക്കാരും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ എൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അവരുമായി ഞാൻ ഈ ഒരു ചെറിയ സ്ഥാനാർത്ഥി സംസ്ഥാന നേതാവിൻ്റെയും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാനല്ലല്ലോ. ഇത് തെരഞ്ഞെടുപ്പല്ലേ. തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വിവാദങ്ങൾ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമല്ലേ. ഞാൻ അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പേര് എന്ന് പറയുന്നത് അൻവറിൻ്റെ പേരിനോടൊപ്പം അൻവറിൻ്റെ എതിരായി നിന്ന കഴിഞ്ഞ UDF സ്ഥാനാർത്ഥി 2021 ഇലക്ഷന് മത്സരിച്ച നമ്മുടെ VV പ്രകാശ് എന്നുള്ള വ്യക്തിയുടെ പേരായിരുന്നു. VV പ്രകാശ് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മകൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു, അച്ഛൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് സത്യം പറഞ്ഞാൽ ഏതൊരു നിലമ്പൂരുകാരൻ്റെയും മനസ്സിൽ എന്നും അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ 2700 വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജിതനായത്. അവിടെ ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: അച്ഛൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല, ജീവിച്ചു മരിച്ച അച്ഛനേക്കാൾ ശക്തിയുണ്ട് മരിച്ചിട്ടും എൻ്റെ മനസ്സിൽ ജീവിക്കുന്ന അച്ഛന്. ശരീരം വിട്ടുപിരിഞ്ഞെങ്കിലും അച്ഛൻ്റെ പച്ച പിടിച്ച ഓർമ്മകൾ ഓരോ നിലമ്പൂരുകാരുടെയും മനസ്സിലെരിയുന്നുണ്ട്. അതൊരിക്കലും കെടാത്ത തീയായി പടർന്നുകൊണ്ടിരിക്കും. ആ ഓർമ്മകൾ മാത്രം മതി എൻ്റെ അച്ഛനും മരണമില്ലെന്ന് തെളിയിക്കാൻ. അത് ശരിയാണ്. VV പ്രകാശ് എന്നുള്ള ഒരു DCC പ്രസിഡന്റ് അവിടെ ജീവിച്ചിരുന്നു എന്നുള്ളത് എന്നും അഭിമാനമുള്ള കാര്യമാണ്. ഒരച്ഛൻ്റെ ഓർമ്മകൾക്ക് ഒരിക്കലും മരണമില്ല എന്നതും ശരി തന്നെയാണ്. പക്ഷേ ഷൗക്കത്ത് ഇങ്ങനൊരു പോസ്റ്റ് വരാനുള്ള കാരണം ആര്യടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടാവും എന്നുള്ളൊരു വേളയിലാണ് വരുന്നത്. അപ്പം ആ ഒരു വികാരം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. VV പ്രകാശിൻ്റെ ഇലക്ഷൻ്റെ സമയത്ത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന PV അൻവറിനോട് 2700 വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. ആ VV പ്രകാശിൻ്റെ തോൽവിക്ക് കാരണം ആര്യാടൻ ഷൗക്കത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പ്രവർത്തിച്ചതാണെന്ന് കോൺഗ്രസ് അണികൾക്കിടയിൽ അന്ന് തന്നെ ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് വന്ന സമയത്ത് സമൂഹ മാധ്യമങ്ങളടക്കം അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരടക്കം അല്ലെങ്കിൽ നിലമ്പൂർ എന്ത് സംഭവിക്കുന്ന അന്വേഷിക്കുന്ന സാധാരണ മലയാളികൾ പോലും പ്രകാശൻ എന്നുള്ള വ്യക്തിയിൽ VV പ്രകാശൻ എന്നുള്ള വ്യക്തിയിലേക്ക് എത്തി നോക്കിയത്. ഇന്നും വീണ്ടും ഇത് പറയാൻ കാരണം ദേശാഭിമാനി പത്രത്തിൽ വന്ന നമ്മളെ MV ഗോവിന്ദൻ എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിൻ്റെ ഒരു ഭാഗം ഈ VV പ്രകാശിൻ്റെ മരണം സംഭവിച്ചതിനെ തുടർന്നും അവിടെ നടന്നിട്ടുള്ള രാഷ്ട്രീയ കരുകൾക്ക് സംഭവിച്ചത് എന്താണ് എന്നുള്ള രീതിയിലുള്ള ഒരു കുറിപ്പാണ്. അത് LDF എന്നുള്ളത് 2 ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പറയുമെന്നും അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ LDFൻ്റെ പക്ഷം ഞാൻ ആദ്യം പറയാം. നിലമ്പൂരിലെ UDF ക്യാമ്പ് പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് വഴുതി മാറുമ്പോൾ, അതായത് നിലമ്പൂരിൽ നമുക്കറിയാം PV അൻവർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ വലിയ രീതിയിൽ UDFന് തലവേദന ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യക്ഷത്തിൽ എത്ര തലവേദന അല്ലെന്ന് പറഞ്ഞാൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ എരിയുന്ന ഒരു തീ തന്നെയാണ് PV അൻവർ. PV അൻവർ ഇപ്പം നമ്മൾ പറയുന്ന സമയത്തായിരിക്കും PV അൻവർ മത്സരിക്കുമെന്ന് പറഞ്ഞുള്ള വാർത്തകൾ വരാം. സെക്കൻഡ് അൻവറിൻ്റെ മൂഡ് മാറുന്നുണ്ട്, നിയമങ്ങൾ മാറുന്നുണ്ട്, നയങ്ങൾ മാറുന്നുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. നിലമ്പൂരിലെ UDF ക്യാമ്പ് പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് വഴുതി മാറുമ്പോൾ LDF ഒത്തൊരുമയോടെ ഒറ്റ മനസ്സായി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിരിക്കുകയാണ്. 2 ദിവസത്തിനകം LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. LDF സ്ഥാനാർത്ഥി ആരുമായിക്കൊള്ളട്ടെ, UDFനെ സംബന്ധിച്ച് ഒരു വലിയൊരു എതിരാളിയല്ല. UDFനെ സംബന്ധിച്ച് അവർക്ക് ജയിക്കാൻ പറ്റിയ മണ്ണ് തന്നെയാണ്, പ്രധാന ഘടകം തന്നെയാണ് VV പ്രകാശിൻ്റെ ഓർമ്മകളും ഈ മകളുടെ കുറിപ്പുമെല്ലാം. പക്ഷെ അതിലൊരു വിവാദം എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ അവസാനം ഈ ഒരു പോസ്റ്റ് കഴിഞ്ഞ ശേഷം പറഞ്ഞ കാര്യങ്ങളിലാണ്. അതായത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഇടപെടൽ VV പ്രകാശിൻ്റെ തോൽവിയെ സ്വാധീനിച്ചു എന്ന് കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെയാണ് ചർച്ച നടന്നത്. ഒരിക്കലും നമ്മളല്ല പറയുന്നത്, കോൺഗ്രസ് എന്നുള്ള ഒരു സംഘടനയുടെ അകത്ത് അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്.
അപ്പം ഇത് കൂടുതൽ ആക്കുവാൻ വേണ്ടിയാണോ MV ഗോവിന്ദൻ ഇത്തരത്തിലൊരു കുറിപ്പ് എഴുതിയത് എന്നുള്ളത് നമുക്ക് കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെ നമുക്ക് വിശ്വസിക്കാം. അതായത് പ്രശ്നം ഉണ്ടാക്കാനാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ പറഞ്ഞത്. പക്ഷെ എന്നെ അതിശയിപ്പിച്ചത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രതികരണമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് തെരഞ്ഞെടുപ്പാണ്, വിവാദങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അതൊരിക്കലും ഒരു ന്യായമല്ല. VV പ്രകാശ് എന്ന് പറയുന്ന ഒരു വ്യക്തി കോൺഗ്രസിൽ നിന്നിരുന്നുവെങ്കിൽ ആ ഒരു വ്യക്തിയോട് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തുറന്നു പറയാം. അതല്ല എങ്കിൽ തെറ്റ് ചെയ്തില്ലെങ്കിൽ അത് സമ്മതിക്കാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു ആര്യാടൻ ഷൗക്കത്തിന്. ഷൗക്കത്ത് ആ അവസരം വിനിയോഗിച്ചില്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത്. സത്യത്തിൽ അങ്ങനെ ഒരു അവസരം മുതലെടുത്തിരുന്നുവെങ്കിൽ ഷൗക്കത്തിനെ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിഞ്ഞേനെ. ഷൗക്കത്ത് ഇന്നും ജനങ്ങൾക്കിടയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് തോന്നിയത് ആ മറുപടി കേട്ടപ്പോൾ. ഇപ്പോൾ ഒരു ഇലക്ഷനാണ്, സംഘടന പ്രതികരിക്കുമെന്ന് പറഞ്ഞ് നൂലാമാലകൾ ചുറ്റുവട്ടങ്ങളും എല്ലാം ഉണ്ടാവും, സത്യമാണ്. പക്ഷെ അവസരങ്ങളിൽ ഒന്ന് പ്രതികരിച്ചിരുന്നുവെങ്കിൽ നന്നായേനെ എന്ന് എനിക്ക് തോന്നി. VV പ്രകാശ് എന്ന് പറയുന്ന വ്യക്തിയിലെ ഒരു ഘടകത്തിൽ നിന്ന് വരാനുള്ള വോട്ടുകളെല്ലാം ആര്യാടൻ ഷൗക്കത്തിന് ഈ മറുപടിയോടെ കിട്ടാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത്. ഞാൻ VV പ്രകാശിനെ കുറിച്ച് MV ഗോവിന്ദൻ പറഞ്ഞ പോർഷൻ ഞാൻ വായിക്കാം. അൻവർ എന്നുള്ള വ്യക്തിയെ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്നുള്ളൊരു അവസ്ഥയിലാണ് പോകുന്നത്. ഈ സ്വരച്ചേർച്ചയില്ലായ്മയ്ക്ക് ശക്തി പകരുന്നിടത്ത് കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് പാലം വലിച്ചതിന്റെ ഫലമായി തോൽക്കുകയും ഫലം വരുന്നതിന് 2 ദിവസം മുമ്പ് ഹൃദയാഘാതം വന്ന് മരിക്കുകയും ചെയ്ത മുൻ DCC പ്രസിഡന്റ് കൂടിയായ VV പ്രകാശിന്റെ പക്ഷക്കാരും കുടുംബവും ഷൗക്കത്തിനെതിരെ തിരിഞ്ഞത്. അതായത് ഒരു സ്വരച്ചേർച്ചയില്ലായ്മ കോൺഗ്രസിനകത്ത് ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചത് എന്നാണ് ലേഖനത്തിൽ പറയുന്നത്. അച്ഛൻ്റെ ഓർമ്മകൾ ഓരോ നിലമ്പൂരുകാരുടെയും മനസ്സിലും എരിയുന്ന പ്രകാശിന്റെ മകളുടെ സമൂഹ മാധ്യമ പോസ്റ്റും ഷൗക്കത്തിനെതിരായ ഒളിയമ്പായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ ഫാക്ടർ തന്നെയാണ്. അതായത് VV പ്രകാശ് എന്നുള്ള വ്യക്തിയുടെ ഒരു വികാരം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു ആ ഒറ്റ പോസ്റ്റ് കൊണ്ട്. അപ്പോൾ അവിടെയാണ് ഒരു ഒളിയമ്പായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ ഘട്ടത്തിൽ ജയം ഉറപ്പിക്കാൻ BJPയുമായി മുസ്ലിം മതമൗലികവാദികളുമായി ചേർന്ന് മഴവിൽ സഖ്യം രൂപീകരിക്കാനാണ് കോൺഗ്രസും ലീഗും ശ്രമിക്കുന്നത്. അത് രാഷ്ട്രീയമാണ്. മഴവിൽ സഖ്യം വരട്ടെ, എന്തും വരട്ടെ, എങ്ങനെയും മുന്നോട്ട് പോകട്ടെ. പക്ഷേ VV പ്രകാശ് എന്നുള്ള വ്യക്തിയുടെ ഓർമ്മകൾ ഒരിക്കലും നശിക്കുന്ന ഒന്ന് അല്ല. അത് ഈ ഒരു പോസ്റ്റിനെ കൊണ്ട് നിലമ്പൂരുണ്ടാക്കിയ ഓളം ചെറുതല്ല എന്നുള്ളത് ആര്യാടൻ ഷൗക്കത്ത് തിരിച്ചറിഞ്ഞ് മറുപടി നൽകാം. അതല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മറുപടിയുമായി മുന്നോട്ട് വരാം. അപ്പം ആര്യാടൻ ഷൗക്കത്തിന് നേരെയുള്ള ഒളിയമ്പാണ് എന്നുള്ളത് മനസ്സിലാക്കി ഷൗക്കത്ത് പ്രവർത്തിക്കുക, മറുപടി പറയുക എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം. ആരം വിളിച്ചു എന്നുള്ളത് അവർ തന്നെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായ കാര്യമാണ്. സങ്കീർണമായ പ്രശ്നമായിട്ട് UDFന്റെ അകത്ത് തന്നെ നിലനിന്ന ഒരു പ്രശ്നമാണത്. ആ പ്രശ്നം ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തൊന്നും കാണിക്കില്ല. പാളയത്തിൽ പണി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഭാഗമായിട്ടുള്ള എത്ര സംഘർഷാത്മകമായ സ്ഥിതിയായിരുന്നു മത്സരിച്ചവരും അവരുടെ കുടുംബവും അതുപോലെ തന്നെ ഇവരെല്ലാം തമ്മിൽ. അതൊക്കെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.